എന്താണ് ലേസ് കഴിക്കരുത്, കൊക്കക്കോള കുടിക്കരുത്, ചോക്ലേറ്റ് കഴിക്കരുത്, നൂഡിൽസ് കഴിക്കരുത്. പിന്നെ എന്തൊക്കെയാണ് ജങ്ക് ഫുഡ്? എന്തൊക്കെയാ അറിയോ നിങ്ങൾക്ക് ജങ്ക് ഫുഡ് എന്താണ്? ബേക്കറി ഐറ്റംസ് ഒക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ബേക്കറി. അത് പല ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും, നമ്മൾ ഓടിപ്പോയി വാങ്ങിച്ച് കഴിക്കുന്നത് അല്ലേ. നൂഡിൽസ് ഒക്കെ അവർ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി നമ്മൾ കഴിക്കുകയാണ് അല്ലേ. പഴയ സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ പഴയ സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഉപയോഗിക്കരുത്. പിന്നെ വറുത്ത സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ്. പൂരി ഒക്കെ രാവിലെ നമ്മൾ കഴിക്കുമല്ലേ, പക്ഷെ അതൊക്കെ എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. യു ഷുഡ് സേ നോ ടു ജങ്ക് ഫുഡ് കേട്ടോ. ജങ്ക് ഫുഡ് കഴിക്കരുത്, ഹെൽത്തി ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഹെൽത്തി ആയിട്ടിരിക്കും, ആരോഗ്യത്തോടെ ഇരിക്കും. ഓക്കെ, ഇതെല്ലാം ശ്രദ്ധിക്കോ? സ്കൂളിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾ ഓർത്തോണം, നേരത്തെ എഴുന്നേറ്റിട്ട് നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം. ഒരു ജങ്ക് ഫുഡ് പോകും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണോ? കഴിച്ചിട്ട് ഓടി വരണേ കേട്ടോ. നമ്മുടെ കിഡ്നിക്കും ലിവറിനും ഒക്കെ അതൊക്കെ നമ്മുടെ ഫിൽറ്റേഴ്സ് ആണ്. ഫിൽറ്റർ നമ്മൾ കഴിക്കുന്ന ആഹാരം ഫിൽറ്റർ ചെയ്തിട്ട് ഹാർട്ടിലേക്ക് വിടുന്നതാണ്. ഹാർട്ട് ഫസ്റ്റ് എന്താണ്, കിഡ്നി, പിന്നെ ലിവർ ഒക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ആരോഗ്യപരമായിട്ട് അറിയണ്ടേ. കൂടെ തന്നെ ആരോഗ്യം, നമ്മുടെ ശരീരം, ഞങ്ങൾ രാവിലെ സംസാരിച്ച ഒരു കാര്യമാണ്, നമ്മുടെ ശരീരം കർത്താവിന്റെ ആലയമാണെന്ന് നമ്മൾ വചനത്തിലൂടെ പഠിക്കുന്നത് അല്ലേ. കർത്താവിന്റെ ആലയമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ നമ്മൾ വൃത്തിയോടെ ആരോഗ്യത്തോടെ നമ്മൾ സംരക്ഷിക്കണം അല്ലേ. ആണോ? അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കണം, കുളിക്കണം, ടോയ്ലറ്റിൽ പോകണം, പിന്നെ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. കഴുകാത്ത വസ്ത്രങ്ങൾ കുളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇടരുത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അല്ലേ? ആണോ? യെസ്, നമ്മൾ അതൊക്കെ ചെയ്യണം. ഓക്കെ, ആരോഗ്യത്തോടെ ഇരിക്കണം, ഹെൽത്തി ആയിട്ട് ഇരിക്കണം. ജങ്ക് ഫുഡ് എല്ലാം ഉപേക്ഷിക്കണം, ഹെൽത്തി ഫുഡ് കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, കണ്ണിന് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നുണ്ടോ എല്ലാരും? കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഉറങ്ങുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മൾ നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണണം. പിന്നെ കണ്ണിന് ഉറക്കം നല്ലതാണ്. പിന്നെ മൊബൈലിൽ കാണുന്നത് കണ്ണിന് നല്ലതാണോ? മൊബൈലിൽ കാണുന്നത് കണ്ണിന് നല്ലതാണ്. ആരൊക്കെ മൊബൈലിൽ കാണും? കണ്ടോ, അവര് മാത്രമേ കാണത്തുള്ളൂ. അവരാണ് സത്യസന്ധര. പക്ഷെ എനിക്ക് ഇവര് കൈവക്കിയതേ കാണത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ ഒന്നും മറവല്ല അല്ലേ. ആണോ?